നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഓഫ് ലേണിംഗ് ആണ്. ആദ്യത്തേതാണ് ബിഹേവിയറിസം എന്ന് പറയുന്നത്. ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിൽ ടീച്ചറായിരിക്കും സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഡിസൈഡ് ചെയ്യുന്നത്. അവിടെ ലേണർ ക്രിയേറ്റീവ് ആയിരിക്കില്ല. അതുപോലെ ഓൺലി എ റിസീവർ ഓഫ് നോളജ് ആയിരിക്കും. മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ടീച്ചറായിരിക്കും. എന്തുകൊണ്ടാണ്? ടീച്ചറാണ് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസും എക്സ്പീരിയൻസും ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ ലേണർ എന്ന് പറയുന്നത് ഒരു എംപ്റ്റി വെസൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം അവിടെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ലേണർ ഒന്നും തന്നെ കൺസ്ട്രക്റ്റ് ചെയ്യാത്തത് കൊണ്ട്. ഇനി ലേണിംഗ് ഒക്കർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് സ്റ്റിമുലസ് റെസ്പോൺസ് ബോൺസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ബോൺസ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോ ഡ്രിൽ ആൻഡ് പ്രാക്ടീസിലൂടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി ആ ഒരു ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിലുള്ള ക്ലാസ് റൂം എന്ന് പറയുന്നത് ടീച്ചർ സെൻറ്റേർഡ് ആയിരിക്കും. കുറച്ചും കൂടി അവിടെ റിപ്പീറ്റേഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും ലേണിംഗ് നടക്കുന്നുണ്ടാവുക. മെക്കാനിക്കലായിരിക്കും. അവിടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പാസീവ് ആയിരിക്കും. അതുപോലെ എക്സെൻട്രിക് മോട്ടിവേഷൻ ആയിരിക്കും കുട്ടികളിൽ ഉണ്ടാവുക. ഒന്ന് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഹേവിയറിസ്റ്റിക് ക്ലാസ് റൂമിൽ ടീച്ചറാണ് എന്ത് തരം ബിഹേവിയറൽ ചേഞ്ചസ് ആണ് കുട്ടികളിൽ കൊണ്ടുവരേണ്ടതെന്നുള്ളത് പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും ഇവാലുവേറ്റ് ചെയ്യുന്നതും. അവിടെ സ്റ്റുഡൻസിൻ്റെ ബേസിക് എബിലിറ്റീസ്, ക്യൂരിയോസിറ്റി ഇതൊന്നും അവിടെ നടക്കുന്ന ഒരു ടീച്ചിങ്ങിൽ കൺസിഡർ ചെയ്യില്ല. രണ്ടാമത്തെയാണ് കൺസ്ട്രക്റ്റിവിസം അപ്രോച്ച് എന്ന് പറയുന്നത്. കൺസ്ട്രക്റ്റിവിസത്തിൽ എന്തായിരിക്കും? ലേണർ കൺസ്ട്രക്റ്റ് ചെയ്യാണ് ചെയ്യുക നോളജ്. അവിടെ ടീച്ചറിന് ഒരിക്കലും നോളജ് എന്ന് പറയുന്നത് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. കൺസ്ട്രക്റ്റിവിസം അപ്രോച്ചിൽ ലേണിംഗ് എന്ന് പറയുന്നത് ആക്റ്റീവും കൺസ്ട്രക്റ്റീവും ക്യുമുലേറ്റീവും ഗോൾ ഡയറക്റ്റഡും ആയിരിക്കും. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക്കും റിഫ്ലെക്സീവും ആയിരിക്കും. എന്തുകൊണ്ടാണ്? ലേണർ അവിടെ സ്വന്തം പേഴ്സണൽ ഇൻ്റർപ്രിറ്റേഷനും എക്സ്പീരിയൻസസും നോളജും ഒക്കെ യൂസ് ചെയ്തിട്ട് അവിടെ ലേണിംഗ് ബിൽഡ് ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ റിഫ്ലെക്സീവ് ആയിരിക്കും ആ ഒരു ലേണിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ കൺസ്ട്രക്റ്റിവിസത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം തീരത്തിൽ ലെവ് വൈഗോട്സ്കി പറഞ്ഞിരിക്കുന്നത് ലേണിംഗ് ഒക്കേഴ്സ് വെൻ സ്റ്റുഡൻസ് സോഷ്യലി ബിൽഡ്, ഷെയർ ആൻഡ് എഗ്രി അപ്പോൺ നോളജ്. അതായത് നോളജ് കൺസ്ട്രക്റ്റഡ് ത്രൂ എക്സ്ചേഞ്ചിങ് ആൻഡ് ഷെയറിങ് ഐഡിയാസ് വിത്ത് അതേഴ്സ്. അതായത് നമ്മൾ നമ്മുടെ ഐഡിയാസ് ഷെയർ ചെയ്യുന്നതിലൂടെയും എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെയാണ് അവിടെ നോളജ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെന്നാണ് ലെവ് വൈഗോട്സ്കി പറയുന്നത്. അതുപോലെ പിയേഷ് ആൻഡ് ബ്രൂണർ എന്താണ് പറയുന്നത്? ലേണിംഗ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. അവിടെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ചിലപ്പോൾ ചില റേഞ്ച് ഓഫ് ടാസ്ക് കുട്ടികൾക്ക് അതായത് കറക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവിടെ ഒരു ടീച്ചറുടെ സഹായം വേണം അത് അക്കംപ്ലിഷ് ചെയ്യാൻ. ഇവിടെ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നു. അതാണ് ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത് എച്ച് എ ആംസ്ട്രോങ് ആണ്. അത് ഏറ്റവും കൂടുതൽ റിലവൻ്റ് ആയിട്ടുള്ളത് മാത്സിലാണ്. അതായത് മാത്സിൽ കുറച്ചും കൂടി സീക്വൻസ്ഡ് കൺസെപ്റ്റും പ്രോസസ്സസും പ്രിൻസിപ്പിൾസും ഒക്കെ ഉള്ളത് കൊണ്ടും പിന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ അത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടും അത് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളത് മാത്സിലാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ കുട്ടിക്ക് കൊടുക്കുന്നു. കുട്ടി അത് ഡാറ്റ അനലൈസ് ചെയ്ത്, അതായത് തൻ്റെ പ്രീവിയസ് നോളജൊക്കെ യൂസ് ചെയ്ത് എന്തൊക്കെ തരം ഡാറ്റയാണ് ഇതിന് വേണ്ടതെന്ന് അനലൈസ് ചെയ്യുന്നു. എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ടെന്ന്, അതായത് പിന്നെ എന്തൊക്കെ വേണം എന്നുള്ളത് കുട്ടി അതിലൂടെ കണ്ടെത്തുന്നു. പിന്നെയാണ് ഏറ്റവും ലാസ്റ്റാണ് എന്ത് സൊല്യൂഷനിലേക്ക് എത്തുന്നത്. ഇവിടെ ലേണറുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും ഹ്യൂറിസ്റ്റിക് അപ്രോച്ചിൽ എന്ന് പറയുന്നത്.